Hello friends, welcome back to Mechanical Engineering Solutions. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു SSC JEE ആണ്. നമുക്കിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് യൂസ്ഫുൾ ടു HPCL, HAL, BEL, ISRO, SSC, JEE ഇങ്ങനെ തുടങ്ങിയ ഒരുവിധം ഒട്ടുമിക്ക PSU എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് തുടങ്ങിയത്. കാരണം SSC JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. SSC JEE എക്സാം നടത്താൻ തുടങ്ങി 10-12 വർഷമായി. അപ്പോൾ 10-12 വർഷത്തിൽ എൻറ്റയർലി സിലബസ് അവർ കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം. അപ്പം അതിനകത്ത് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒരുവിധം എല്ലാ എക്സാമിനും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും ഒരു 60 to 70% ക്വസ്റ്റ്യൻസും ഇങ്ങനെ കണ്ട എല്ലാ PSUവിനകത്തും റിപ്പീറ്റഡ് SSC JEE ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സെക്ഷൻ തന്നെ വെക്കാൻ കാരണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ? നമ്മുടെ പോയിസൺസ് റേഷ്യോ എന്താണെന്ന് പഠിച്ചാണ്. പോയിസൺസ് റേഷ്യോ mu equal to lateral strain to longitudinal strain. ഓക്കെ, അതായത് എപ്സിലോൺ ലാറ്ററൽ ഡിവൈഡ് ബൈ എപ്സിലോൺ ലോഞ്ചിറ്റ്യൂഡിനൽ. ഇതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്താണ്. പോയിസൺസ് റേഷ്യോ എന്താണെന്ന് നോക്കി ഡീറ്റെയിൽ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ. നമ്മൾ ഒറ്റ നോക്കേണ്ട കാര്യം, പോയിസൺസ് റേഷ്യോന്റെ ഒരു ഏകദേശം രൂപം ഞാൻ പറഞ്ഞു. 0 മുതൽ 0.25 വരെ, 0.25 മുതൽ 0.5 വരെ മാക്സിമം വാല്യൂ മ്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് കേട്ടോ. മ്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ 0.5 ആണ് മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് 0 മുതൽ 0.25 വരെ വരുന്നത് ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ബ്രിട്ടിൽ മെറ്റീരിയലും അതിനുശേഷം വരുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലും. ഓക്കെ, ഈ ഡക്റ്റൈൽ മെറ്റീരിയൽ പിന്നെ നമുക്ക് ഏകദേശ രൂപം കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മോസ്റ്റ് ഓഫ് ദി എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മൈൽഡ് സ്റ്റീൽ, കോപ്പർ അങ്ങനത്തെ കണ്ട കാര്യങ്ങളൊക്കെ അധികം വരുന്നത് 0.25 to 0.5 റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മൈൽഡ് സ്റ്റീൽ എടുക്കാം, MS എടുക്കുകയാണെങ്കിൽ 0.25 to 0.33. ഓക്കെ, ഇതാണ് MS-ന്റെ റേഞ്ച്, അതായത് പോയിസൺസ് റേഷ്യോ മൈൽഡ് സ്റ്റീലിന്റെ റേഞ്ച് ആണ് 0.25 to 0.33 വരെയാണ്. ഇനിയിപ്പം അതിൽ 0 വരുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ mu equal to 0. കോക്ക് എന്ന് പറഞ്ഞ സാധനം, കോക്കിനാണ് mu equal to 0, അതായത് പോയിസൺ റേഷ്യോ 0 ആയി വരുന്നത്. പിന്നെ വന്നാൽ 0.5 വരുന്നത് 0.5 ഡൈലാറ്റൻ മെറ്റീരിയൽ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നോൺ ഡൈലാറ്റൻ മെറ്റീരിയൽ, അതായത് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലിനെയാണ് നോൺ ഡൈലാറ്റൻ മെറ്റീരിയൽ. എഫ്എമ്മിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അത് ക്ലാസ് എങ്ങനെയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്നത്, ഇതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നൊരു ടൈമാണ് റബ്ബർ. റബ്ബറിന് ഏകദേശം 0.48 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.5 ആണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ റബ്ബർ ഒരു എന്താ പറയുക, ഡക്റ്റൈൽ മെറ്റീരിയൽ അല്ല. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയൽ എന്നാൽ ആ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന സാധ്യത, അതായത് മാക്സിമം ടെൻസൈൽ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല റബ്ബർ. പക്ഷെ എന്നാലും റബ്ബറിന്റെ വാല്യൂ 0.5 എടുത്താണ്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ എന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി അതിന്റെ വാല്യൂ റബ്ബർ ആയിരിക്കും. ഓക്കെ, റബ്ബർ ആയിരിക്കും. ഏകദേശം 0.5 ആണ് മാക്സിമം വാല്യൂ വരുന്നത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ 0.5 വരെയാണ് മാക്സിമം വരുന്നത്. ബാക്കി വരുന്നതൊക്കെ ഏകദേശം 0.25 to 0.33 റേഞ്ചിലാണ് സ്റ്റീലിന് വരുന്നത്. കോപ്പർ ഏകദേശം 0.25 മുകളിലാണ്, പ്ലസ് ആണ്. പക്ഷേ അവർ 0.3 വരെയൊക്കെയാണ് മാക്സിമം. കോൺക്രീറ്റ് ഒക്കെ ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹയസ്റ്റ് വാല്യൂ ഓഫ് പോയിസൺ റേഷ്യോ ഉള്ളത് റബ്ബറിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a tensile test of a specimen, the ratio of maximum load to the original cross-section area of the test specimen is called. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് സാധനം പഠിച്ചിട്ടുണ്ട്, അതായത് എഞ്ചിനീയറിംഗ് സ്ട്രെസ്സും ട്രൂ സ്ട്രെസ്സും. എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് പെർ ഒറിജിനൽ ഏരിയ. ഓക്കെ, ട്രൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ഡിവൈഡ് ബൈ ഇൻസ്റ്റന്റേനിയസ് ഏരിയ. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലേ.
അപ്പം ഇതിനകത്ത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അപ്പർ yield പോയിന്റ്, ലോവർ yield പോയിന്റ്, പിന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ്, ഫെയിലിയർ പോയിന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണല്ലോ. അപ്പം ഇതിനകത്ത് സിഗ്മ ആൻഡ് എപ്സിലോൺ. ഓക്കെ, സ്ട്രെസ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് മാക്സിമം ലോഡ് ടു ദ ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഏരിയ. ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുന്നത് ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് ശേഷമാണ്. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലോഡ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ ആണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽ, ആദ്യമുള്ള മെറ്റീരിയൽ ഇങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിന് നെക്കിങ് സംഭവിച്ച് സെൻട്രലി ഒരു നെക്കിങ് എന്ന് പറഞ്ഞ ഫോർമേഷൻ ഉണ്ടാവും. അതായത് ഇതിന് ശേഷം എന്നിട്ടാണ് ബ്രേക്കേജ് ഉണ്ടാവുക. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് ശേഷം. അപ്പം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഏരിയനെക്കാളും കുറവായിരിക്കും ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് ശേഷം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താ, ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഏരിയയിൽ മാക്സിമം ലോഡ്. അപ്പം എക്സാക്ട്ലി നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഡി, അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെ കേസിലായിരിക്കും മാക്സിമം ലോഡ്, ഒറിജിനൽ ക്രോസ് സെക്ഷനിലെ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഏറ്റവും മാക്സിമം ലോഡ്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിപ്പം നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ലോഡാണ്. ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടെ വരെ ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം സ്ട്രെസ് മാക്സിമം ആകുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും മാക്സിമം ലോഡ് വരും. ഓക്കെ, അതായത് സ്ട്രെസ്സിന്റെ വാല്യൂ ഏറ്റവും മാക്സിമം ആവുന്ന മാക്സിമം ലോഡ് തന്നെ ആയിരിക്കും. ഇതുവരെ ഏരിയ ചേഞ്ച് ആവുന്നുണ്ട്, അതിനുശേഷം ഏരിയ ചേഞ്ച് ആവുന്നുണ്ട്. ഏരിയ കുറയുന്നുണ്ട്. അപ്പം ലോഡ് കൂടുതൽ അല്ല, സ്ട്രെസ് കൂടുകയൊക്കെ ചെയ്യും. ഓക്കെ, അതിന് അടുത്തത്, a steel bar is fixed at both ends. If the bar is heated, it will develop. Okay, ഒരു സ്റ്റീൽ ബാർ, ഇത് തെർമൽ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞ കേസിൽ വരുന്നതാണ് കേട്ടോ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ പോർഷനിൽ വരുന്നതാണ്. അതായത് നമ്മളിപ്പം നോർമലി ലോഡൊക്കെ അപ്ലൈ ചെയ്ത് അതിന് സ്ട്രെസ് ഉണ്ടാകുന്ന പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇന്റേണലി സ്പെഷ്യൽ എന്താ പറയുക ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ ടൈപ്പ് സ്ട്രെസ്സിനെയാണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, എ സ്റ്റീൽ ബാർ ഈസ് ഫിക്സഡ് ബോത്ത് എൻഡിൽ ഫിക്സ് ചെയ്തു. ഇതാണ് സ്റ്റീൽ ബാർ. ഇഫ് ദ ബാർ ഈസ് ഹീറ്റഡ് ഇറ്റ് വിൽ ഡെവലപ്പ്. അപ്പം ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണ് ഡെൽറ്റ ടി കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്താ പറയാ ആനുപാതികമായിട്ട് ഈ എന്താ പറയാ എക്സ്പാൻഷൻ സംഭവിക്കും. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് തെർമൽ എക്സ്പാൻഷൻ. ഡെൽറ്റ എൽ ഈക്വൽ ടു എൽ ആൽഫ ടി അല്ലെങ്കിൽ ഡെൽറ്റ ടി. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് ആനുപാതികമായിട്ടാണ് നമുക്ക് ഇവിടെ തെർമൽ എക്സ്പാൻഷൻ നടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നോർമൽ എക്സ്പാൻഷൻ, ഡെൽറ്റ എൽ ഈക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പി എൽ ഡിവൈഡ് ബൈ എ ഇ. അപ്പം ഇത് രണ്ടെണ്ണം ബാലൻസ് ചെയ്താൽ നമുക്ക് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ സ്ട്രെസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ റോഡ് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കാം, ഡെൽറ്റ ടി ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ആവും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ആവും. ഇതാണ് ഡെൽറ്റ എൽ, ഇത് ഒറിജിനൽ എൽ. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പാൻഷൻ ആണ് നമ്മൾ ഒരു വാൾ വെച്ചിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നത്. ആ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷൻ കുറയും. അപ്പം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് എത്രത്തോളം ഉണ്ടെന്ന്, അതായത് സിഗ്മ ടി എച്ച് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ബാലൻസ് ചെയ്യുന്ന സമയത്ത് എൽ ആൽഫ ഡെൽറ്റ ടി ഈക്വൽ ടു പി ബൈ എ ഇൻറ്റു എൽ, രണ്ടും എൽ സെയിം ആട്ടോ, എൽ ബൈ ഇ. ഇങ്ങനെയാക്കാം. ഈ പി ബൈ എനെ നമുക്ക് തെർമൽ സ്ട്രെസ് എഴുതാം, സിഗ്മ ടി എച്ച്. ഓക്കെ, അപ്പം തെർമൽ സ്ട്രെസ് എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്തും ബോത്ത് ദ പൊസിഷനിൽ, അതായത് രണ്ട് സൈഡിലും എൽ ഉണ്ട്, അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യും, എൽ ക്യാൻസൽ ചെയ്തു. അപ്പം സിഗ്മ ടി എച്ച് ഈക്വൽ ടു ഈ ഭാഗത്തോട്ട് പോയി ഈ ആൽഫ ഡെൽറ്റ ടി. തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റീൽ ബാർ ഈസ് ഫിക്സഡ് ബോത്ത് ആൻഡ് ഇഫ് ദ ബാർ ഈസ് ഹീറ്റഡ് ഇറ്റ് വിൽ ഡെവലപ്പ് എ കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, നൺ ഓഫ് ദി അബവ്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് അല്ല, അത് പോയി. ടെൻസൈൽ സ്ട്രെസ് ആണോ കംപ്രസീവ് സ്ട്രെസ് ആണോ നോക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പം ഇവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. എക്സ്പാൻഡ് ആവുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ആയിരിക്കും. ഓക്കെ, കംപ്രസീവ് സ്ട്രെസ് മനസ്സിലായില്ലേ. അപ്പം ആ സ്ട്രെസ് എത്രയാണെന്നുള്ളത് സിഗ്മ ടി എച്ച് ഇ ആൽഫ ഡെൽറ്റ ടി.
ദ വാല്യൂ ഓഫ് പോയിസൺ റേഷ്യോ ഈസ് ഓൾവേസ് ലെസ് ദാൻ. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ ആണ്. അതായത് പോയിസൺ റേഷ്യോ മ്യൂവിന്റെ വാല്യൂ മാക്സിമം എത്രയാണ് വരുന്നത്? മ്യൂ മാക്സ് ഈക്വൽ ടു 0.5. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഈ ഗ്രാഫ് ഓർത്തുക, അതുപോലെ തന്നെ ഓർത്തുക. 0, 0.25, 0.5. ഈ 0.5 വരുന്ന മാക്സിമം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോൺ ഡൈലാറ്റന്റ് ആയിരിക്കും. ഡൈലാറ്റന്റ്, അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ, എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ വാക്സ്, വാട്ടർ ഒക്കെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ് പറയുന്നത്. മെർക്കുറി, പാരാഫിൻ, വാക്സ്, പിന്നെ റബ്ബർ എക്സെപ്ഷണൽ കേസാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് 0.48 ഒക്കെ വരുന്ന ഹയസ്റ്റ് വാല്യൂ ഉള്ളത് റബ്ബർ ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ മാത്രം നോക്കിയത് ഹയസ്റ്റ് വാല്യൂ ഉള്ളത്. ബാക്കിയുള്ള സ്റ്റീലും കോപ്പറും ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ അതിന് താഴെ ആയിരിക്കും. 0.25 അടുത്തൊക്കെയാണ് മാക്സിമം വരുന്നത്. ഫോർ എ മെറ്റീരിയൽ വിത്ത് പോയിസൺ റേഷ്യോ 0.25, the ratio of modulus of rigidity to modulus of elasticity will be. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഡാറ്റ, അതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്. 0.25 ആണ് അല്ലെ. പിന്നെ നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? G ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ 2 into 1 plus mu. ഇതൊരു ഇക്വേഷൻ ആണ്. അടുത്ത ഇക്വേഷൻ K ഈക്വൽ ടു E ഡിവൈഡ് ബൈ, അതുപോലെ പഠിച്ചു വെച്ചു. ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം ഇതിനകത്ത് എങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. ഓക്കെ, K ഈക്വൽ ടു ഒന്ന് ബൾക്ക് മോഡുലസും ഒന്ന് ഷിയർ മോഡുലസും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചത്? ദ റേഷ്യോ ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ G. ഇതാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഓക്കെ, റിജിഡിറ്റി ഇത് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? റേഷ്യോ ഓഫ് മോഡുലസ് ഓഫ് G ഡിവൈഡഡ് ബൈ E ആണ് ചോദിച്ചത് അല്ലെ. റേഷ്യോ ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇങ്ങനെ ഇതാണെങ്കിൽ G ബൈ E, ഈ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് സോൾവ് ചെയ്താൽ മതി. 1 ഡിവൈഡ് ബൈ 2 into 1 plus mu. ഓക്കെ, ഇതിനകത്ത് മ്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 1 plus 0.25 എത്ര വരും? 1 divided by 2 into 1.25 എത്ര കിട്ടി? 1 divided by 0.25 0.4 വരും അല്ലേ. 1 divided by 0.4 ഒന്ന് വെരിഫൈ ചെയ്താണ്. 0.4 വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. കാരണം നമുക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒന്നെങ്കിൽ ഈ ഒറ്റ വാല്യൂ മതി, പോയിസൺ റേഷ്യോ മ്യൂ മാത്രമേ തന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ അറിയാതെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, equal and opposite forces applied to a body tends to elongate it. Okay, then the stress produced is equal and opposite forces applied to a body tends to elongate. അപ്പം നമ്മളിപ്പം ഒരു ബോഡി, ആ ബോഡിന് മുകളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അതിന് മുകളിലേക്ക് അപ്ലൈഡ് ടു എ ബോഡി ടെൻസ് ടു ഇലോങ്ങേറ്റ്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാതെ ഇലോങ്ങേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലോഡ് അപ്ലൈ ചെയ്തത്, അതിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പം അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. നേരെ മറിച്ച് ഇത് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ, ബോഡി കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ബേസിക്സ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞത് അത്രയും ബേസിക്സ് ആണ്. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഓപ്ഷനല്ലേ, ടെൻസൈൽ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, എല്ലാം സ്ട്രെസ് തന്നെയാണ്. പക്ഷേ ഇതിനെപ്പറ്റി കംപ്ലീറ്റ്ലി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കണം. കാരണം ഇതിനകത്ത് ബെൻഡിങ് സ്ട്രെസ് പറയുകയാണ് സിഗ്മ ബി ആണെങ്കിൽ നമ്മളൊരു മെറ്റീരിയൽ, നമ്മളിപ്പോൾ സിമ്പിൾ ബെൻഡിങ്ങിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ കാരണമാണ് സ്ട്രെസ്സിനെയാണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഇക്വേഷൻ എഴുതിയാണ് M/I ഈക്വൽ ടു സിഗ്മ ബൈ Y ഈക്വൽ ടു E/R. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് സ്ട്രെസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ബെൻഡിങ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷിയർ സ്ട്രെസ് പറയുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ F ഡിവൈഡഡ് ബൈ ഷിയർ ഏരിയ. ഓക്കെ, സിഗ്മ പറയുകയാണെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ ഏരിയ.
ഏരിയ. ഓക്കെ, സിമ്പിൾ ആയിട്ട് എല്ലാം പെട്ടെന്ന് പറയുകയാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണേ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, നമുക്ക് ടൈമിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു 20 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ സബ്ജക്റ്റിലും ചെയ്യാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ട്രെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെവലപ്ഡ് ഇൻ എ ബാർ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പം സ്ട്രെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെവലപ്ഡ് ഇൻ ഇത് തെർമൽ സ്ട്രെസ്സിന്റെ കേസാണ്. സ്ട്രെസ്, തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ്, അതായത് സിഗ്മ ടി എച്ച് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, പോയിസൺസ് റേഷ്യോ, ഇതിൽ ഏതാണ്? ഇതല്ല. ഇതിനകത്ത് ലൊക്കേഷൻ ഏതാ നോക്കിയത്? ഈ ഇതിനകത്ത് ഈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ഇത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പോയിസൺസ് റേഷ്യോ ഇല്ല, ഡെൻസിറ്റി ഇല്ല, തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല. ആകെ ഉള്ളത് ഓപ്ഷൻ എ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, തെർമൽ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, യങ്സ് മോഡുലസ്, പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, പോയിസൺ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പോയിസൺ റേഷ്യോ. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അകത്ത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. എപ്സിലോൺ ലാറ്ററൽ ഡിവൈഡ് ബൈ എപ്സിലോൺ ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, കറക്റ്റ് ഒന്ന് നോക്കി വായിച്ചാൽ മതി. Volumetric strain of a rectangular body subjected to an axial force is in terms of linear strain E and Poisson's ratio mu is equal to. അപ്പം ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നോക്കുമ്പോൾ എന്താ പറയുക, വോളിയോമെട്രിക് സ്ട്രെയിൻ എപ്സിലോൺ വി ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതായത് നമുക്കിപ്പം ഒരു മെറ്റീരിയൽ 3 ഡയമെൻഷണൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ, ഈ 3 ഡയമെൻഷണൽ ബോഡി എടുക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോ ഡയറക്ഷനിലും അതിനോട് സ്ട്രെസ് ആക്ട് ചെയ്യും അല്ലേ. സിഗ്മ എക്സ് ഉണ്ടാവും, സിഗ്മ വൈ ഉണ്ടാവും, സിഗ്മ സെഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഡയറക്ഷനിലൊക്കെ അതിനകത്ത് സ്ട്രെയിനും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ, അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വരെ ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്താ പറയുക, ഈ ഇക്വേഷനാണ്. അതായത് ടോട്ടലി വോളിയോമെട്രിക് സ്ട്രെയിൻ ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. അത് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡെറിവേഷനുള്ള ഇക്വേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ സിഗ്മ എക്സ് എടുക്കുന്ന സമയത്ത് സിഗ്മ എക്സിന്റെ കാരണം നമുക്ക് വൈ ഡയറക്ഷനിലും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സ് വൈ സെഡ്. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഒരു ചേഞ്ച് ഉണ്ടാവും, വോളിയം സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ സ്ട്രെയിൻ അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലും ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിലും സെഡിലും ഉണ്ടാവും, അതുപോലെ സെഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈയിലും എക്സിലും ഉണ്ടാവും. ഓക്കെ, അതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ആഡപ്പ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ആണ് ഈ എപ്സിലോൺ വി ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എ, ഇ ഇൻറ്റു 1 മൈനസ് 2 മീ. അപ്പം ഇതിനകത്ത് ലീനിയർ സ്ട്രെയിൻ, അതായത് ടേംസ് ഓഫ് ലീനിയർ സ്ട്രെയിൻ ഇ, അതായത് നമ്മൾ സിഗ്മയ്ക്ക് പകരം ഇ ആണ് കൊടുത്തത്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് അത് ഡയറക്റ്റ്ലി നമ്മൾ ഇ എന്ന് പറഞ്ഞ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ body is in terms of linear strain E and Poisson ratio mu equal to ഇത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, അത് എന്താ നോക്കണമെന്ന് വെച്ചാൽ 1 മൈനസ് 2 മ്യൂ ആയിട്ടുണ്ടോ നോക്കി, വേറെ ഒന്നും നോക്കണ്ട, എളുപ്പത്തിൽ പഠിക്കാനുള്ള കാര്യമാണ്. ഡിഫൈൻ ചെയ്ത് വരുന്നത് വലിയ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വരണം. ഓക്കെ, അതിപ്പം ഒറ്റ ടൈം മാത്രമാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിപ്പം സിംഗിൾ ഡയറക്ഷൻ സിഗ്മ എക്സ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി 3 ഡയമെൻഷനിൽ വരും. നമുക്ക് ഇതിന് പറഞ്ഞാൽ ലീനിയർ സ്ട്രെയിൻ ഒറ്റ ഡയറക്ഷനിൽ മാത്രം ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്സിലോൺ വി ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്ന് വരും. ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് വന്ന ഇക്വേഷൻ വരുന്നത്. ഇനി നേരെ മറിച്ച് 2 ഡയറക്ഷനിൽ വരികയാണെങ്കിൽ ലോഡ് സിഗ്മ വൈയും സിഗ്മ എക്സും വരുന്നുണ്ട്. സിഗ്മ വൈ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് ഇ ഇൻറ്റു 1 മൈനസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം 2 ഡയമെൻഷനിലായി, 2D, ഇത് 1D,
ഇത് 3D. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ചോദിച്ചെന്താ ലീനിയർ സ്ട്രെയിൻ ആണ്. ലീനിയർ സ്ട്രെയിൻ്റെ കേസിലാണ് മാത്രം പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ മാത്രം നമുക്ക് ഡയറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഇപ്പം സിഗ്മ ബൈ ഇ ആണ് ഇവിടെ കംപ്ലീറ്റ് വന്നത്. ഇത് സിഗ്മ ബൈ ഇ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ ആണ് അല്ലേ. സിഗ്മ ബൈ എപ്സിലോൺ ആണ്. അപ്പം എപ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ഈ എപ്സിലോണിനെയാണ് ഇവിടെ ഇ ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ടൈമിനെ നമുക്ക് ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. അതായത് ലീനിയർ സ്ട്രെയിൻ എപ്സിലോൺ എക്സ്, ആ എപ്സിലോൺ എക്സ് ആണ് ഇവിടെ ഇ ആയിട്ട് വന്നത്. ഇവിടെ ഉണ്ടോ ലീനിയർ സ്ട്രെയിൻ ഇ, ഇത് ശരിക്കും പറഞ്ഞാൽ എപ്സിലോൺ എക്സ് ആണ്. മനസ്സിലായില്ലേ? The point of counterflexure occurs only in point of counterflexure എവിടെയെന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്താണെന്ന് അറിയണ്ടേ? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കല്ലേ. ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ അത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. അത് ഡയറക്ഷൻ, അത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആവുക അല്ലെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആവുക ചെയ്യുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത്. അവിടെ ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ. അതായത് ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ. ഓക്കെ, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതപ്പോൾ ആ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് ഏത് ബീമിലാന്ന് നോക്കിയാൽ ഓവർ ഹാങ്ങിങ് ബീമിലായിരിക്കും നമുക്ക് എപ്പോഴും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബീം എടുക്കാൻ വെച്ചാൽ അതിന്റെ സാധാരണ സിംപ്ലി സപ്പോർട്ട് ബീം എടുക്കുകയാണെങ്കിൽ ഒരു പോർഷൻ അതിന്റെ എൻഡിൽ നിന്ന് പുറത്തോട്ട് നിൽക്കുന്നുണ്ടോ. ഓക്കെ, ഇത് എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ, അതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓവർ ഹാങ്ങിങ് ബീം വരുന്ന സമയത്ത് അതിന്റെ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ചേഞ്ച് ചെയ്യുന്നൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അടുത്ത വേറെ സബ്ജക്റ്റ് കൂടി നോക്കാം. എന്നിട്ട് FMO അല്ലെങ്കിൽ തെർമോഡൈനാമിക്സോ അങ്ങനെ നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് മാത്രമേ കംപ്ലീറ്റ് ആവും. നമുക്ക് മറ്റുള്ള സബ്ജക്റ്റ് കൂടി നോക്കാൻ പോകാം. HPCന്റെ എക്സാം ഒക്കെ എന്തായാലും വരും. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിക്കാൻ ഞാൻ നോക്കാം. ഡെയിലി ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ തരുന്നൊരു മോട്ടിവേഷൻ ആണ് എനിക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, താങ്ക് യു.